സുജിത് ഭക്തൻ. ടെക് ട്രാവലേറ്റ് സുജിത് ഭക്തനെ അറിയാത്തവരായിട്ട് അധികാരം ഉണ്ടാവില്ല. അപ്പം പുള്ളീൻ്റെ ഭാര്യയുണ്ട് ശ്വേതാ ഭക്തൻ. അപ്പം അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബോഡി ഷെയ്മിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇവർ പണ്ട് എപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ കുറച്ച് തടിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അവരെ വളരെയധികം ബോഡി ഷെയ്മിങ് ചെയ്യുന്ന കുറച്ച് പേര്, വളരെ കുറച്ച് പേര്, കൂടുതൽ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ഒരാൾ മെലിഞ്ഞിരുന്നാലും ഒരാൾ തടിച്ചിരുന്നാലും അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഈ കുറച്ച് കാട്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്ത് കണ്ടാലും ഈ ബോഡി ഷേമിങ് ചെയ്യാനും കുറ്റം പറയാനൊക്കെ ആയിട്ട്. അപ്പം അതുപോലെയുള്ള ഏതോ ഒരുത്തൻ ഇവരുടെ കല്യാണം കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ഇവർക്കെതിരെ ഭയങ്കരമായ രീതിയിൽ, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുജിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ചാനൽ അവർക്കുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ സുജിത്ത് ഭക്തനും ശ്വേതാ ഭക്തനും കൂടി വന്ന് ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കമൻ്റ് ഇട്ടേക്കുന്നവൻ കുറേ പേർക്ക് ഇമെയിൽ അയക്കുന്നു. ഇവർക്ക് മാത്രമല്ല, ഇവരുമായി ബന്ധപ്പെട്ട പലർക്കും ഇമെയിൽ അയക്കുന്നു, കൂടി ഇവർക്കും അയക്കുന്നു. പല വീഡിയോസിനും അടിയിൽ വന്ന് ആവശ്യമില്ലാതെ വളരെ വൃത്തിയായിട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുന്നു. സുജിത്ത് ഭക്തനോടുള്ള ദേഷ്യമാണോ അതോ ശ്വേതാ ഭക്തനോടുള്ള ദേഷ്യമാണോ? ഇവർ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് ഞങ്ങൾ അറിയുന്ന ആരോ ആണ്, പക്ഷെ അവരെ പിടിക്കാൻ വലിയ താമസമൊന്നുമില്ല, ഉറപ്പായിട്ടും പിടിക്കും എന്ന് പറഞ്ഞാണ് അവർ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇതനുഭവിക്കുന്ന കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ എന്ത് കാരണമായിക്കോട്ടെ, ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുക അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന വർത്തമാനം അവർക്ക് മാത്രമല്ല അവരുടെ കൂടെയുള്ളവർക്കൊക്കെ ഇമെയിലായിട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് തെണ്ടിത്തരമാണ്. അത് കുറച്ച് കടന്ന കൈയാണ്. ഇവർ പലവട്ടം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് വിട്ടെങ്കിൽ പോലും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ പറയുന്നത് അവനെ കണ്ടാൽ ഉറപ്പായിട്ട് ഒരെണ്ണം അവന് 2 അടീൻ്റെ കുറവുണ്ട്, അത് കൊടുത്തിട്ട് അവനെ നിയമത്തിൻ്റെ വഴിക്ക് വിടാവൂ. പിന്നെ പറയുന്നുണ്ട് ഈ കേസ് ഇപ്പം സൈബർ സെല്ലിൽ കൊടുത്തിട്ട് 2 ആഴ്ചയോളമായി, ഇതുവരെ ഒരു അനക്കവും ഇല്ല, ഇപ്പം എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ പൊടി തട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിയമത്തിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ സുജിത്ത് ഭക്തന് അവനൊരു അടി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇര എന്നുള്ള രീതിയിൽ ശ്വേതാ ഭക്തന് അവൻ്റെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കാം. അതൊക്കെ പോട്ടെ, അവൻ്റെ അമ്മേനെയാണല്ലോ ഇങ്ങനെ പറയണേ, ഋഷി എന്ന് പറയുന്ന പയ്യന് വരെ ആ നാറീനെ അടിക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഈ കുട്ടീനെ വെച്ചും ഈ ശ്വേതാ ഭക്തനെ വെച്ചും ഈ സുജിത്ത് ഭക്തനെ വെച്ചും അത്രത്തോളം വൃത്തികെട്ട രീതിയിൽ, അതിനകത്ത് ശ്വേതാ ഭക്തൻ ഓരോ ഇമെയിലും ഇരുന്ന് വായിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കേട്ടാൽ തന്നെ എന്തോ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള എത്രയോ കാര്യങ്ങളാണ് ആ മോൻ അതിനകത്ത് എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടുക? കാരണം സുജിത്ത് ഭക്തനെ ഇപ്പം വീഡിയോ ചെയ്ത് സ്വന്തം കുടുംബം കൊണ്ട് നടക്കുന്ന സുജിത്ത് ഭക്തൻ ആ വീഡിയോ ചെയ്ത് സ്വന്തം കുടുംബത്തിലേക്ക് ആശു വരുന്നതിന് പുറത്ത് നിൽക്കുന്നവൻ എന്തിനാണ് ഇത്ര സൂക്കേട്, എന്തിനാണ് ഇത്ര അസൂയ എന്ന് മനസ്സിലാവുന്നില്ല. ഇനി അവൻ ഈ കമൻ്റ് എഴുതിയിട്ടത് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന ഒരു ആ ഫ്രസ്ട്രേഷൻ വഴി മറ്റവന് സുഖം കിട്ടാനായിട്ടാണ് അവൻ ഈ കമൻറ്റുകൾ എഴുതിയിടുന്നത്. അല്ലാതെ അവന് ഒരു ലാഭവുമില്ല. അപ്പോൾ അവൻ ഏതെങ്കിലും ഒരു മാനസിക രോഗി ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ, അല്ലാതെ അവൻ വഴിയില്ല. അപ്പോൾ എന്താണെങ്കിലും ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലാണ് ഇവർ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി അവൻ്റെ ഭാഗത്ത് നിന്നൊരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു മെയിലോ ഇവരുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലോ വന്നു കഴിഞ്ഞാൽ വളരെ ഭീകരമായ രീതിയിലുള്ള നടപടികൾ ഇവരെടുക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അവൻ ഇനി ഒരു ചാൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരബദ്ധവശാലോ അല്ലെങ്കിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല, 6-7 വർഷമായിട്ട് ഈ സെയിം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്നൊന്നും നിർത്താനും ഉദ്ദേശം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് ഒരു വീഡിയോ ആക്കി ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പറയാൻ ഇവർ കാണിച്ച ഒരു ധൈര്യം ഭീകരമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനി ബാക്കി വരുന്ന വഴിക്ക് കാണാം. ഇനി ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് വീഡിയോകൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാരണം മെയിൻ ചാനലിലല്ല, സെക്കൻഡ് ചാനലിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്നൊരു ചാനൽ പോലെയാണ് അത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർ അതിൻ്റേതായ രീതിയിലുള്ള ഇതിൻ്റെ ഫോളോ അപ്പുകളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാകണം. കാരണം ഇതുപോലത്തെ പല അവസ്ഥകളും അനുഭവിക്കുന്ന കുറേ പേര്, ഇത് പുറത്തു പറയാൻ മടിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുത്ത ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുമോ എന്ന് വിചാരിക്കുന്ന കുറേ പേര് ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ധൈര്യമായിട്ടാണ് ഇപ്പോൾ സുജിത്ത് ഭക്തനും ശ്വേതാ ഭക്തനും കൂടി വന്നിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ ഞരമ്പന്മാർ
നമ്മുടെ ഇടയിലുണ്ട്. അതിപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ. ഇപ്പം ഒരാൾ തടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, ഒരാൾ മെലിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം, ഒരാളിപ്പോൾ ഫിറ്റ് ബോഡിയാണെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അപ്പം ഇത് ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു 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 ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുന്ന പോലെ ഒരാളെ നമുക്ക് ഒരു ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷേ ആ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അതിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. മാന്യമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കേട്ടറയ്ക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയ മുന്നിൽ കൊണ്ടുവരിക. ഇനി അവൻ്റെ നാണക്കേടോ മാനക്കേടോ നോക്കണ്ട. കാരണം അവനൊരു നാണമില്ലാത്തവനും മാനമില്ലാത്തവനൊക്കെ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വന്നിടുകയും ഇവർക്ക് മാത്രമല്ല ഇവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഇമെയിൽ വഴി അയക്കുകയും ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ അവൻ എന്താണ് സുഖം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞാൽ മാനസിക രോഗി അവനാണ് സാധ്യത.